ഞങ്ങൾ ആക്ച്വലി വെഡിങ് പ്ലാനിങ് തുടങ്ങുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം നമുക്ക് ഇവിടെ നാട്ടിൽ ആരുമായിട്ട് കോൺടാക്ട്സ് ഇല്ല. അപ്പം നമ്മൾ ഫാഷൻ ഫോർട്സ് ജസ്റ്റ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് ഒരു പ്രാവശ്യം മാത്രമേ അവരുമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ POC സീമയായിരുന്നു. നമ്മൾ എന്ത് കാര്യം സജസ്റ്റ് ചെയ്തോ അതെല്ലാം അതിൻ്റെ രീതിക്ക് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വേണം, നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് ഒരു അഡീഷണൽ എലമെന്റ് കൊണ്ടുവരുന്നത്, അതെല്ലാം പുള്ളിക്കാരി കറക്റ്റായി ചെയ്തിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങും വരെ നമുക്ക് ടെൻഷൻ ആയിരുന്നു, ഹോളെല്ലാം സെറ്റ് ആയിരിക്കോ. ബട്ട് ദെൻ ആഫ്റ്റർ കമ്മിങ് ഹിയർ വി ആർ വെരി ഹാപ്പി. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. നമ്മൾ ആക്ച്വലി ഈ റഷ് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പറയുമായിരുന്നു, ഇത് ചെയ്തത് എന്തായാലും വളരെ നന്നായി. ബിക്കോസ് നമ്മുടെ ഹാസിൽ അത്രയ്ക്ക് എഫേർട്ട് കുറവായിരുന്നു. അവർ ഹോസ്റ്റസ് ആയാലും MC ആയാലും മാനേജ്മെന്റ് ആയാലും എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സീമ. പാഷൻ ഫ്രൂട്ട്സും സീമയെ കുറിച്ചും പറയാനാണെങ്കിൽ ഞങ്ങള് ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ സീമയായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്നതാണ്. ആൻഡ് വി ആർ എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് വി ഗേവ് ദ ഇവന്റ് ടു ഫാഷൻ ഫ്രൂട്ട്സ്. നല്ല റെസ്പോൺസിബിൾ ആയിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത്ര നേരത്തെ സീമന് റിപ്ലൈ ചെയ്യുക എല്ലാം ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ലൈക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിലേയോ അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം ലൈക്ക് ഫ്രം ബിഗിനിങ് ടു എൻഡ് നമുക്ക് ഒരേ ടെമ്പോ ആയിരുന്നു. അപ്പം അതിൽ ഒരുപാട് സന്തോഷമാണ്.